നമസ്കാരം. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ വെട്ടിലാക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന് തെളിവായി നിർണായക ശബ്ദരേഖകൾ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊടികൾ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി 31 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയെന്ന് കൊടി നിർമ്മിച്ച് നൽകിയ സ്ഥാപനത്തിന്റെ പ്രതിനിധി സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്കായി സ്ഥാപിച്ച കട്ടൌട്ടിന്റെ പേരിൽ വ്യാജ ബില്ലുണ്ടാക്കി 16 ലക്ഷം രൂപ വീതിച്ചെടുക്കാമെന്ന് സംസ്ഥാന സമിതി അംഗം പറയുന്ന മറ്റൊരു ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ കൊടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം സ്വന്തം നിലയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് 1.62 കോടി രൂപയ്ക്ക് കൊടികൾ വാങ്ങിയത്. ഈ ഇടപാടിനാണ് സംസ്ഥാന സെക്രട്ടറി മുൻകൂറായി 31 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയതെന്ന് മറ്റൊരു ബി.ജെ.പി നേതാവിനോട് സ്ഥാപനത്തിന്റെ പ്രതിനിധി ഫോണിൽ വ്യക്തമാക്കുന്നത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് മുഴുവൻ പണവും തന്നിട്ട് കമ്മീഷൻ കൊടുത്താൽ മതിയെന്നാണ് താൻ ആദ്യം പറഞ്ഞതെന്ന് ശബ്ദരേഖയിൽ സ്ഥാപന പ്രതിനിധി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞയുടൻ ബാക്കി തുകയായ 4,65,000 രൂപ വാങ്ങിത്തരാമെന്ന് അഞ്ജന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 31 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തത്. ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചാൽ ആരും ഫോൺ എടുക്കുന്നില്ലെന്നും തന്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണെന്നും അദ്ദേഹം പറയുന്നു. കമ്പനിയിൽ താൻ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ബാക്കി 4.65 ലക്ഷം രൂപ തനിക്ക് വാങ്ങി നൽകണമെന്നും പറഞ്ഞതനുസരിച്ച് 31 ലക്ഷം രൂപ അഞ്ജനയുടെ കയ്യിൽ കൊടുത്തിട്ടും ദിവസങ്ങളേറെ കഴിഞ്ഞിട്ട് കമ്പനിയിൽ മറുപടി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്നും ശബ്ദരേഖയിലുണ്ട്. കമ്പനി ആകെ നഷ്ടത്തിലാണെന്നും കിട്ടേണ്ട ലാഭം പോലും കിട്ടാതെ കൈനഷ്ടം വന്നിരിക്കുകയാണെന്നും പണം പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരണമെന്നും ഇയാൾ നേതാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ മൊത്തം പണം തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ല ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി 4,65,000 രൂപ മേടിച്ചു തരാമെന്ന് അഞ്ജന പറഞ്ഞ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊടുക്കുന്നത്. ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പോൾ ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് ബാക്കി 4,65,000 രൂപ എനിക്ക് തരണം. കമ്പനിയിൽ മറുപടി പറയാൻ കഴിയാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. കമ്പനി ആകെ നഷ്ടത്തിൽ നിൽക്കുകയാണ്. പൈസ പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരണേ എന്നാണ് അയാൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഈ നിർണായക ശബ്ദരേഖകൾ പുറത്തു വരുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സ്ഥാപിച്ച കട്ടൌട്ടുകളുടെ നിർമ്മാണത്തിൽ നിന്നും പണം കൈയിട്ട് വാരിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് റോഡ് ഷോ നടത്തിയപ്പോൾ വിവിധ വലിപ്പത്തിലുള്ള കട്ടൌട്ടുകൾ അച്ചടിച്ചിരുന്നു. ഈ കട്ടൌട്ടിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പബ്ലിസിറ്റി കമ്മിറ്റിയിൽ അംഗമായിരുന്ന സംസ്ഥാന സമിതി അംഗമായ നേതാവ് വലിയ തട്ടിപ്പ് നടത്തിയെന്നാണ് ശബ്ദരേഖ വ്യക്തമാക്കുന്നത്. 8,000 കട്ടൌട്ടുകൾക്കായി 16 ലക്ഷം രൂപയ്ക്ക് വ്യാജ ബില്ലുണ്ടാക്കുമെന്നും അതിൽ 8 ലക്ഷം രൂപ പ്രിന്റിംഗ് കൂലിയായി നൽകിയ ശേഷം ബാക്കി 8 ലക്ഷം രൂപ സ്വന്തമാക്കാമെന്നും ശബ്ദരേഖയിൽ നേതാവ് പറയുന്നുണ്ട്. ഈ തട്ടിപ്പുകളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടൊരു ബി.ജെ.പി നേതാവ് ബി.ജെ.പി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ സന്തോഷിന് കത്തയച്ചിരുന്നു. കൊടികളുടെയും കട്ടൌട്ടുകളുടെയും നിർമ്മാണത്തിൽ കമ്മീഷൻ കൈപ്പറ്റിയതിനു പുറമെ ഹോട്ടലിൽ 30 മുറികൾ ബുക്ക് ചെയ്ത് വ്യാജ ബില്ലുണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നും ഉയർന്ന തുകയ്ക്ക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് കമ്മീഷൻ എടുത്തെന്നും ഈ കത്തിൽ ആരോപിക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സൗജന്യമായി നൽകിയ പാർട്ടി കൊടികൾ മണ്ഡലത്തിൽ വിതരണം ചെയ്യാൻ ഒരു നേതാവ് 2 ലക്ഷം രൂപ വാങ്ങിയെന്നും കത്തിലുണ്ട്. ഈ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കത്തയച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പോടുകൂടിയ പാർട്ടി ലെറ്റർ പാഡിലുള്ള അറിയിപ്പ് പുറത്തു വന്നത്. എന്നാൽ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ആർക്കെതിരെയും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രചരിക്കുന്നത് വ്യാജ ലെറ്റർ ഹെഡ് ആണെന്നുമാണ് സംസ്ഥാന നേതൃത്വം പിന്നീട് വിശദീകരിച്ചത്. ഇതിന് പിന്നാലെ വ്യാജ കത്തുണ്ടാക്കിയവർക്കെതിരെ സംസ്ഥാന നേതൃത്വം പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വിദേശത്തുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം ചേരുമെന്നും സാമ്പത്തിക വിവാദത്തിലും വ്യാജകത്ത് വിവാദത്തിലും കടുത്ത നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കുമെന്നുമാണ് ലഭിക്കുന്ന സൂചനകൾ.